സമൂസ ഷീറ്റ് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള സ്നാക്സ് ആട്ടോ. ഇഷ്ടമായി ലൈക്കും കൂടെ ചെയ്തേക്കണേ. ഇതിനായിട്ട് ചൂടായ പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/2 കപ്പ് സവാള കട്ട് ചെയ്തതും ആവശ്യത്തിനുള്ള ഉപ്പും 1 പച്ചമുളക് കട്ട് ചെയ്തതും കറിവേപ്പില കട്ട് ചെയ്തതും പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കിയതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. ഇനി കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് ഒരു 1/2 മിനിറ്റ് സമയം നന്നായിട്ട് തന്നെ ഒന്ന് വാട്ടിയെടുക്കുക. 2-3 പീസ് ചിക്കൻ നന്നായിട്ട് തന്നെ വേവിച്ചൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ ഇതിലോട്ട് ഇട്ടെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. അത്യാവശ്യം വലുപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങ് നന്നായിട്ട് തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഉടച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ടിട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. ഇനി തണ്ട് മല്ലിയിലയും കൂടെ ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം. ഒരു സമൂസ ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പകുതി ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഉണ്ടാക്കിയെടുത്ത മസാലക്കൂട്ട് ഇതേപോലെ നീളത്തിലൊന്ന് ഷേപ്പാക്കി എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. ഇതിൻ്റെ എൻഡിൽ കുറച്ച് മൈദ പേസ്റ്റ് ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം 2 സൈഡ് ഭാഗത്തും ഇതേപോലെ മൈദ പേസ്റ്റിൽ ഒന്ന് മുക്കിയെടുക്കുക. എന്നിട്ട് ഇതിന് 2 സൈഡിൽ നിന്ന് ബ്രെഡ് ക്രബ്സിലിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ഇനി ചൂടായ എണ്ണയിലോട്ട് ഇട്ടിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ട് തന്നെ ഫ്രൈ ആക്കി എടുക്കുക. നല്ല അടിപൊളി സ്നാക്സ് ആട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.